വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തെ നെക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു നൈറ്റി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്ലീവ്സിനും വേണ്ടിയിട്ടുള്ള പീസുകൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബാക്ക് പീസിൽ സാധാരണ ഒരു യു ഷേപ്പിലുള്ള നെക്കാണ് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് ഭാഗത്താണ് ഒരു വി ഷേപ്പിലുള്ള നെക്ക് ചെയ്തെടുത്തിട്ട് അതിൽ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നൈറ്റിയുടെ ഉൾഭാഗമാണ്. ഉൾഭാഗത്താണ് നമ്മൾ സാധാരണ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാറ്. നല്ല വശം ഇതേപോലെയാണ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ രണ്ടായിട്ട് മടക്കിയെടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ ഷോൾഡർ 7.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. നൈറ്റി ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ എക്സ്ട്രാ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് റൗണ്ട് എനിക്കിവിടെ 40 ഇഞ്ചാണ്. അപ്പം 4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂട്ടി കൊടുക്കാവുന്നതാണ്. വേസ്റ്റ് റൗണ്ടിൻ്റെ ഇവിടെ 9.5 ഇഞ്ചാണ് വേണ്ടത്. ഹിപ്പ് റൗണ്ട് നമുക്ക് എത്രയാണോ മാക്സിമം എടുത്ത് കിട്ടുന്നത് അതനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബോഡി ഷേപ്പിൽ ആരും അങ്ങനെ നൈറ്റി യൂസ് ചെയ്യാറില്ല. ഇനി അഥവാ നമുക്ക് ബോഡി ഷേപ്പിൽ തന്നെ വേണം എന്നാണെങ്കിൽ കറക്റ്റായിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്തെടുക്കുക, അതിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ലൂസിലാണ് ഈ ഒരു നൈറ്റി ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ബാക്ക് വശത്തെ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും ലെങ്ത്ത് 4 ഇഞ്ചുമാണ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് വശത്തെ ഒരു യു ഷേപ്പിലുള്ള നെക്കാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ബാക്ക് വശത്തെ നെക്ക് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ നല്ല വശത്തേക്കാണ് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്കിൽ ഒരു ലേസും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ വി ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ലേസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.25 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ എത്രയാണോ നമ്മൾ എടുക്കുന്ന ലേസിൻ്റെ വിഡ്ത്ത് അതും കൂടി കൂട്ടിയിട്ടിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. ഇവിടെ എനിക്ക് 1.25 ഇഞ്ചാണ്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്ത ശേഷം 1.25 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നമുക്കിപ്പോൾ നോർമൽ നെക്കിൻ്റെ ലെങ്ത്ത് മതിയെങ്കിൽ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അതല്ല അതിൽ കൂടുതൽ നെക്ക് മാർക്ക് ചെയ്തെടുത്ത ശേഷം അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഇതേ ഒരു പീസ് തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ 8 ഇഞ്ചോ അല്ലെങ്കിൽ 9 ഇഞ്ചോ മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ 9 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നെക്കിൻ്റെ വിഡ്ത്തും ആ ഒരു ലെങ്ത്തും മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻ്റ് ഇതേപോലെ ചേർത്തൊന്ന് വരച്ചെടുക്കാം. നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പോയിൻറ്റിൽ നിന്നും 1 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് നീക്കി മാർക്ക് ചെയ്തെടുക്കണം. ആ ഒരു പോയിൻറ്റിലേക്കാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് ജോയിൻ ചെയ്ത് വരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഞാനൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാക്കി മടക്കി എടുത്തിട്ടുള്ള ഒരു പീസാണ്. ഇതിൻ്റെ ഫോൾഡഡ് സൈഡ് ഈ ഒരു ഭാഗത്തും ഓപ്പൺ സൈഡ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. ഇനി നെക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു നൈറ്റിയുടെ പീസ് ഇതേപോലെ വെച്ച് കൊടുക്കുക. 2 പീസിൻ്റെയും ഫോൾഡഡ് സൈഡ് ഒരേപോലെ വരത്തക്ക രീതിയിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഉള്ളിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു പീസിൽ നെക്ക് കഴിഞ്ഞൊരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 1 ഇഞ്ചോ വീതിയിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ ഒരു നൈറ്റിയുടെ പീസിൻ്റെ നല്ല വശത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ഒരു പീസ് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഈ ഒരു പീസ് വെച്ച് കൊടുത്ത ശേഷം 2-3 പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തുണി നീങ്ങി പോകാണ്ടിരിക്കും. ഇനി ആ ഒരു നെക്കിൻ്റെ സൈഡ് വഴി ഒരു 1/4 ഇഞ്ച് വീതിയിൽ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 കോർണറിലും ഇതേപോലെ സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് തുണി തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അവിടെ നീറ്റായിട്ട് കിട്ടുക.
ഇനി ഈ ഒരു പീസ് കംപ്ലീറ്റ് ഇതേപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ മറ്റേ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടാണ്. അതുപോലെ കംപ്ലീറ്റ് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു ലേസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ലേസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു നെക്കിൻ്റെ അടിവശത്ത് എത്തുമ്പോൾ 1.5 ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ ഒന്ന് ലേസ് കട്ട് ചെയ്തെടുക്കാം. അത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ ഒരു അറ്റത്തെത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് മറ്റേ ഭാഗത്തുള്ള ലേസും കൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗത്തും ലേസ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അടിവശത്തേക്ക് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് വേണം ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് നമുക്ക് അതിനുള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ഇതേപോലെ ആ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അതിൻ്റെ അറ്റത്തെത്തുമ്പോൾ ഒന്നും കൂടി സൂചി കുത്തി നിർത്തുക. അതിനുശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു വി ഷേപ്പിൻ്റെ ഭാഗം സ്ട്രൈറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെയാണ് നെക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചിലാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്ത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ആ ഒരു നെക്കിൻ്റെ കറക്റ്റ് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ആ ഒരു ഭാഗത്ത് മാത്രം ഈ ഒരു നൈറ്റി മെറ്റീരിയലിൻ്റെ ഒരു പീസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ 7 ഇഞ്ചാണ് എനിക്കിവിടെ നെക്ക് ലെങ്ത്ത് വേണ്ടത്. 2 സൈഡും അത് ഞാനൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു നൈറ്റിയുടെ പീസ് തന്നെ ഇതേപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം. നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റ് ഇതാ ഇവിടെയാണ് വരിക. അതിന് കറക്റ്റാക്കിയിട്ട് ഈ ഒരു പീസ് വെച്ച് കൊടുത്ത ശേഷം ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ ആ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകുവശത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആ ഒരു പീസിൻ്റെ സൈഡ് വശത്തു കൂടി ഓവർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ ഈ ഒരു സൈഡ് വഴി ഒരു 1/4 ഇഞ്ച് അകലത്തിൽ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്ക് നെക്ക് ഞാൻ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗം വരെ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേയും കുറേ ഇട്ടിട്ടുണ്ട്.
ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു നെക്ക്, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നൈറ്റി ബിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് സ്വന്തമായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഭാഗം ഈ ഒരു നെക്ക് പോർഷനാണ്. അപ്പം നെക്ക് സിമ്പിളായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നൈറ്റി എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. രണ്ട് സൈഡിലും ഷോൾഡറിൻ്റെ ഭാഗത്ത് 2 സ്റ്റിച്ച് വീതം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് സ്ലീവും ജോയിൻ ചെയ്ത് കൊടുക്കുക, 2 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അടിവശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്രയാണ് ഒരു നൈറ്റിക്ക് ചെയ്തെടുക്കേണ്ടത്. നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു നൈറ്റി കട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു നൈറ്റി നമ്മൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ലേസ് വെച്ച് കൊടുത്തതുപോലെ തന്നെ കൈയുടെ അറ്റത്തും ഇതേപോലെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒരു പഫ് സ്ലീവായിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ 2 ടക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.